നമസ്കാരം. ക്യാമ്പ് സെറ്റേഴ്സിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ക്യാമ്പ് സൈറ്റിലല്ല ഉള്ളത്. ഇന്ന് നമ്മുടെ എക്സ്പെരിമെന്റ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഷെഡിലാണ് ഉള്ളത്. ഇത് ഇവിടെ ഒരു വലിയ തോട്ടമാണ്, തോട്ടത്തിന്റെ ഷെഡാണ് ഈ കാണുന്നത്. ഈ ഷെഡിൽ നമ്മൾ ഇന്നൊരു എക്സ്പെരിമെന്റ് കുക്കിംഗ് നടത്താൻ പോവാണ്. അതായത് നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ അവിടെ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു കുക്കിംഗ് ഇവിടെ വെച്ചൊന്ന് ചെയ്ത് നോക്കുക. കാര്യം ഇതിനു മുമ്പ് നമ്മളിത് ചെയ്തിട്ടില്ല. ഇതൊന്ന് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇന്ന് ചെയ്യാൻ പോണ ഐറ്റത്തിന്റെ പേരാണ് മത്തോക്കെ. മത്തോക്കെ എന്ന് പറഞ്ഞാൽ വാഴയ്ക്ക എന്നാണ് അർത്ഥം. ഇതൊരു ആഫ്രിക്കൻ ഡിഷാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എക്സ്പെരിമെന്റിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഐറ്റത്തിന്റെ പേര് മത്തോക്കെ. അപ്പോൾ നമ്മൾ കുക്കിങ്ങിലേക്ക് കടക്കുവാണ്. ഇന്ന് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് വാഴയ്ക്ക. ഇത് ഏത്തക്കയാണ്. ഏത്തക്ക പഴുത്ത് തുടങ്ങിയതാണ് എടുത്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കൃത്യമായ രുചി കിട്ടണമെങ്കിൽ ഈ പഴുത്ത് തുടങ്ങിയത് തന്നെ വേണം. ഇതിന് ആഫ്രിക്കയിൽ പറയുന്ന പേര് മത്തോക്കെ എന്നാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷിന്റെ പേരും മത്തോക്കെ എന്ന് തന്നെയാണ്. ആഫ്രിക്കയിലെ നമ്മുടെ നാട്ടിൽ ബിരിയാണി എങ്ങനെയായിരിക്കുന്നോ അതുപോലെ തന്നെ ആഫ്രിക്കക്കാര് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഈ മത്തോക്കെ. ഇതിനു വേണ്ടിയിട്ട് വാഴക്ക എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ചിക്കനാണ്. ചിക്കൻ എടുത്തിട്ടുണ്ട്. രാജ്മ ബീൻസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് എണ്ണ, അതിനു വേണ്ടിയ മസാലകളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ മത്തോക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇന്നത്തെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് മത്തോക്കയാണ്, അഥവാ വാഴയ്ക്ക. ഇത് നമുക്ക് പൊളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് പഴുത്ത് തുടങ്ങിയതേ ഉള്ള വാഴയ്ക്കയാണ്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ രുചിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇത് നല്ല എളുപ്പത്തിന് തന്നെ പൊളിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന വാഴയ്ക്ക നമുക്കിതിന് കട്ട് ചെയ്യുന്ന രീതി നോക്കാം. ആദ്യം ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്യുക. അതിനുശേഷം ഈ അളവിൽ മുറിച്ചെടുക്കുക. അങ്ങനെ നമുക്കിത് മുഴുവൻ മുറിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മത്തോക്കെ അഥവാ വാഴയ്ക്ക നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പച്ചമുളകാണ്. പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാം. പച്ചമുളക് ഇട്ടു. ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ക്യാരറ്റാണ്.
ഇത് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. ഈ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക്
നമ്മളങ്ങനെ കഴിച്ചിട്ടുള്ള സംഭവമല്ല. കാര്യം നമ്മുടെ ഏത്തക്കാന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ടേസ്റ്റ് അല്ല അതിന് വരുന്നത്. അതിൻ്റെ ക്യാരറ്റ് കൂടെ ചേർത്തിട്ടൊന്നുകൂടെ കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. ഇനി ആ കറിയും കൂടെ ഒന്ന് നോക്കാം. എല്ലില്ലാത്തൊരു പീസ്. കറി എക്സലന്റ്. നമ്മുടെ സാധാരണ ചിക്കൻ കറി വെക്കുന്ന രീതിയിലല്ല വെച്ചത്. അതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റിയാണ്. കിഡിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. രാജ്മ കുറച്ച് കഴിച്ചു നോക്കട്ടെ. രാജ്മ നോർമലി ഉള്ള രാജ്മയുടെ ടേസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ മാരിനേഷൻ ഒന്നും വരാത്തതുകൊണ്ട് രാജ്മയുടെ ടേസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് എന്തായാലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് മത്തോക്കെ അടിപൊളി, കറി അതിലും അടിപൊളി. മൂന്നുകൂടെ ചേർത്തിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ശകലം മത്തോക്കയും എടുത്ത് രാജ്മയും എടുത്ത് ഇച്ചിരി കറിയും കൂടെ എടുക്കട്ടെ. എൻ്റെ പൊന്നെ, അടിപൊളി, ഒരു രക്ഷയില്ല. എന്തായാലും എല്ലാവരും ചെയ്തു നോക്കണം. ഇത് വേറെ പുറത്തു നിന്നുള്ള ഐറ്റം ഒന്നുമില്ല, നമ്മുടെ വാഴക്കായും കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാക്കുന്നതാണ്. എന്തായാലും സംഭവം പൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരിക്കലും വിട്ടുപോകാതെ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനോടെ ഒന്ന് അടിച്ചു വിട്ടേക്കുക. നിങ്ങളിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തുടർന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള ആഫ്രിക്കനും അന്റാർട്ടിക്കനും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ഐറ്റങ്ങൾ പുറകെ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ദിസ് ഇസ് ടിജോ സൈനിങ് ഓഫ്.